എല്ലാ സീറ്റിലും ആളുണ്ടായിരുന്നു എന്നാണ് ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരി പറഞ്ഞത്. അതായത് 35 മുതൽ 40 വരെ ആളുകൾ, എന്തായാലും പരമാവധി ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ അവിടെ എത്തിയ പഞ്ചായത്ത് മെമ്പറും ആ രീതിയിൽ തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്. പക്ഷേ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതുണ്ട്. കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് ഈ അപകട മേഖലയിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, നാട്ടുകാരൊക്കെ അവിടേക്ക് തടിച്ചുകൂടി എത്തിയിട്ടുണ്ട്. രണ്ട് ക്രെയിൻ, ഒരു JCBയും ഒരു ക്രെയിനുമാണ് അവിടേക്ക് എത്തിച്ചിട്ടുള്ള. ബസ് ഉയർത്താൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര എളുപ്പമല്ല ബസ് ഉയർത്താൻ എന്ന് നേരത്തെ പഞ്ചായത്ത് മെമ്പർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതിനുള്ള ശ്രമങ്ങൾ എന്തായാലും ഊർജിതമായി തന്നെ ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ അധികം ആളുകൾ, ഇതൊരു ഗ്രാമമേഖലയാണ്, വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. അവിടെയുള്ള ചുറ്റും താമസിക്കുന്ന പ്രദേശവാസികളൊക്കെ ഈ ഒരു അപകടം നടന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ നാട്ടുകാർ തന്നെയായിരിക്കണം രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചിരുന്നതും അവർ തന്നെയായിരിക്കണം. ഒരുപക്ഷെ പുഴയിലേക്കൊക്കെ ഇറങ്ങിയ ആളുകളെ പുറത്തെത്തിക്കാൻ സഹായിച്ചതും ഈ നാട്ടുകാർ തന്നെയായിരിക്കും. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ, ഇത് മൊബൈലിൽ എടുത്തിരിക്കുന്ന ദൃശ്യങ്ങളായിരിക്കണം. എന്തായാലും ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്രയധികം ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആംബുലൻസ് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ. JCBയും ക്രെയിനും ഒക്കെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ദൃശ്യങ്ങൾ നമ്മൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ പുഴയിലേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഊർജിതമായ രക്ഷാപ്രവർത്തനം നടത്തി ആ KSRTC ബസ്സിലുണ്ടായിരുന്ന, അപകടത്തിൽപ്പെട്ട KSRTC ബസ്സിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്ന വിവരം. പരിക്കേറ്റ ആളുകളെ, ചികിത്സ വേണ്ട ആളുകളെ ഇപ്പോൾ KMCT മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ എത്തി അവർക്ക് പ്രാഥമികമായ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് പഞ്ചായത്ത് അംഗം ടോമി നമ്മളോട് സംസാരിച്ചപ്പോൾ അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്. എന്തായാലും ആളുകൾ കൂടിയത് കണ്ട് ആ നാട്ടുകാർ മുഴുവൻ തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടന്നു. അത്രയധികം ആളുകളുടെ പിന്തുണ അവിടെ ഉണ്ടായി. പിന്നെ ആ പുഴയൊക്കെ അറിയുന്ന ആളുകളാകുമ്പോൾ അവർക്ക് വേഗത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താനും കഴിയും. ഷഹീദ് തുടരുന്നുണ്ട്. ഷഹീദ്, ഇപ്പോൾ നമ്മൾ പ്രതികരിച്ച യാത്രക്കാരിയുടെയും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറൊക്കെ പറയുന്ന എല്ലാവരും തന്നെ ആശുപത്രികളിലേക്ക് എത്തിച്ചു എന്നാണ്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ആർക്കും ഇല്ലല്ലോ അല്ലേ? ആശ്വാസകരമായ കാര്യം, ആ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതായത് ബസ്സിൽ നിന്ന്, പുഴയിലേക്ക് വീണ ബസ്സിൽ നിന്നും ആളുകളെ, യാത്രക്കാരെ മുഴുവനായും പുറത്തെടുത്തു കഴിഞ്ഞു. ആർക്കും അങ്ങനെ സാരമായ പരിക്കില്ല എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പരിക്കേറ്റവരെ നാട്ടുകാർ കിട്ടുന്ന വാഹനങ്ങളിലും ആംബുലൻസുകളിലുമൊക്കെയായി മുക്കം KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ അവർക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നു. വലിയ ഗുരുതരമായ പരിക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ബസ് ഇപ്പോൾ പുഴയിൽ നിന്ന് പുറത്തെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ തൊട്ടടുത്ത് തന്നെ ഈ റോഡിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ULCC ആണ് ആ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ക്രെയിൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. ആ ക്രെയിനും ഉപയോഗിച്ചാണ് ഇപ്പോൾ ബസ് പുഴയിൽ നിന്ന് ഉയർത്താനുള്ള ഏകദേശം 3 ആൾപ്പൊക്കം താഴെ ഉയരമുള്ളതാണ് ആ പുഴയും ഈ റോഡും പുഴയും തമ്മിലുള്ള താഴ്ച. അവിടെ നിന്ന് ബസ്സിനെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് തന്നെ നാട്ടുകാരെത്തിയാണ് യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിച്ച് അവരെ ആശുപത്രിക്ക് ചികിത്സയ്ക്ക് ലഭ്യമാക്കാനുള്ള സൗകര്യം ഒരുക്കിയത്. നാട്ടുകാർ വളരെ പെട്ടെന്ന് ഇടപെട്ടു. അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിലുള്ള ആളപായം ഒഴിവാകുന്ന സാഹചര്യം. 2 തരത്തിലുള്ള അപകടം, അതായത് വാഹനാപകടത്തിൻ്റെ ആഘാതമുണ്ടാകും, മറ്റൊന്ന് പുഴയിലേക്കാണ് വീണത്. അതും ഒരു കൂടുതൽ അപകടമുണ്ടാക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ നാട്ടുകാർ പെട്ടെന്ന് തന്നെ ഇടപെട്ടു. യാത്രക്കാരെ മുഴുവൻ ബസ്സിൽ നിന്നും പുറത്തെത്തിച്ചു. അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കലുങ്ക് ലേക്ക് ഒരു ഈ ഇറക്കത്തിൽ നിന്ന് ഇറങ്ങുന്ന കലുങ്കിലേക്ക് ചെറിയൊരു കലുങ്കിൻ്റെ മുകളിലുള്ള ചെറിയൊരു പാലമാണ്. ആ പാലത്തിൻ്റെ കൈവരി അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള ഭാഗം ഇടിച്ച് നിയന്ത്രണം വിട്ടാണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞിട്ടുള്ളത്. ആ പ്രദേശത്തുള്ള ഈ മുക്കം തിരുവമ്പാടി ആനക്കാമ്പൊയിൽ പ്രദേശത്തേക്ക് പോകുന്ന ഗ്രാമീണ മേഖലയിൽ ഓടുന്ന ഒരു KSRTC ബസ്സാണ്. നാട്ടുകാരായ ആളുകൾ തന്നെയാണ് യാത്രക്കാരായി കൂടുതലും ഉണ്ടായിരുന്നത്. പറഞ്ഞതുപോലെ സീറ്റുകൾ ഏറെക്കുറെ മുഴുവനായിട്ടുണ്ടായിരുന്നു എന്നാണ് പരിക്കേറ്റ യാത്രക്കാരി ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സ്ത്രീ പങ്കുവെച്ചിട്ടുള്ളത്. അതായത് സീറ്റുകൾ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഏതായാലും ഇപ്പോൾ വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യമില്ല. യാത്രക്കാരെ മുഴുവൻ പുറത്ത് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ബസ് പൂർണ്ണമായും പുറത്തെടുത്താൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ പൂർണ്ണ ആശ്വാസം ആവുകയുള്ളൂ. അതിനുള്ള